ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ACL റീഹാബിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ മിക്ക ആളുകളുടെയും ഒരു പ്രശ്നമാണ് ഇപ്പോഴത്തെ മെയിൻ ടർഫുകൾ കാര്യങ്ങൾ. ടർഫ് എന്ന് പറയുന്നില്ല, അല്ലാതെ തന്നെ നമ്മൾ മഡിൽ കളിക്കുകയാണെങ്കിലും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ഇഞ്ചുറിയാണ് നീ ഇഞ്ചുറി. അത് ഏതൊരു സ്പോർട്സിലായിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, വോളിബോൾ ആയിക്കോട്ടെ, ബാസ്കറ്റ് ബോൾ ആയിക്കോട്ടെ, ഏതൊരു സ്പോർട്സിൽ എന്താണ് ഈ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇഞ്ചുറിയാണ് നീ ഇഞ്ചുറി. കൂടുതൽ ആൾക്കാർക്കും നീ ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ലിഗമെന്റ് ഇഞ്ചുറീസ് മാത്രമല്ല, ACL അല്ലാത്തതിന് കുറെ പെറ്റല്ല ടെൻഡിനൈറ്റിസ്, ജമ്പേഴ്സ് നീ എന്നൊക്കെ പറയും. അങ്ങനത്തെ പല ഇഞ്ചുറീസ് ഒക്കെ ആയിട്ട് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കുറെ ആളുകൾ ഇപ്പോൾ നമ്മൾ മോർണിംഗ് ഒക്കെ കളിക്കാൻ പോകുമ്പോൾ ആളുകൾ കംപ്ലൈന്റ് പറയലുണ്ട്, കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വയ്യ, കാലില് ഫുള്ള് വേദനയാണ്, അല്ലെങ്കിൽ കളിക്കാൻ വയ്യ, ഓടാൻ വയ്യ, കാല് വേദനയാണ്, എന്താന്ന് മനസ്സിലാവണില്ല. അപ്പോൾ പലതരം ഇഞ്ചുറീസ് നീലുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ കടക്കാം. നമുക്ക് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ACL സർജറി കഴിഞ്ഞ നമ്മളൊരു സുഹൃത്തിന്റെ കഥയാണ്. അപ്പൊ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇവിടെ നന്നായി, നമ്മളെ ഒറ്റ സുഹൃത്താണ്. ആളിവിടെ പണ്ട് നന്നായി എന്താണ് കളിച്ചിരുന്ന ആളാണ്. സെവൻസ് ഫുട്ബോളൊക്കെ നല്ല പെർഫോമൻസ് ചെയ്തു, നല്ല ആടി കളിച്ച ഒരു പ്ലെയറാണ്. ഓക്കെ, ആ പ്ലെയർ എന്ത് ചെയ്ത് ഒരു സർജറി കഴിഞ്ഞിട്ട് ഒരു വർഷമായി. റീഹാബ് ഒന്നും ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട്. തുടക്കത്തിലുള്ള ചെറിയ ബേസിക് കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതേപോലെ സർജറി ചെയ്യാനും 6 മാസം ഡിലേ ആയി. അപ്പൊ ഈ ഡിലേ ആവാനൊക്കെ പല കാരണങ്ങളുണ്ട്. ജീവിത സാഹചര്യങ്ങളുണ്ട്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്, ഒക്കെപ്പാടെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ പണ്ട് കളിച്ചിരുന്ന ഒരു പ്ലെയർ പെട്ടെന്ന് ഗൾഫിൽ നിന്ന് വന്നു, എന്നോട് പറഞ്ഞ് സർജറി കഴിഞ്ഞ് റീഹാബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതിനെ പറ്റിയൊരു വിവരം ഉണ്ടായിരുന്നില്ല. നമ്മളാണ് ഈ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ പേഷ്യന്റിന്റെ പിന്നാലെ നടന്ന് ഫോളോ അപ്പ് ചെയ്യില്ലല്ലോ. അപ്പൊ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ വന്ന് ഫോളോ അപ്പ് ചെയ്യണമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോ അവന്റെ സാഹചര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും കൊണ്ട് അവനക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്നെ കാണാൻ വന്നു. ദീപ എന്തൊക്കെ ഉണ്ട് വർത്താനം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാണാൻ വന്നപ്പോ ഞാൻ ആളെ കണ്ടപ്പോൾ ആകെ നെട്ടി. എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് വയറൊക്കെ ചാടി. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 8 പാക്ക് വെച്ച് നടന്നിരുന്ന ആള്, 6 പാക്ക് എന്ന് പറഞ്ഞതിന്റെ പകരം 8 പാക്ക് എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നടന്നിരുന്ന ഒരാളെ പെട്ടെന്ന് നമ്മൾ കാണുകയാണ് ഈ വയറൊക്കെ ചാടിയിട്ട് നല്ല അപ്പിയറൻസ് ടോട്ടലി മാറി. അപ്പോൾ എന്താടാ അങ്ങനെ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ എങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ, എനിക്കൊന്ന് തിരിച്ചു വരണം, 1.5 വർഷമായി, 1 വർഷം 1.5 2 വർഷമായി പന്ത് തട്ടിയിട്ട്, കളിക്കണം, പഴയ മാതിരി കളിക്കണം, തിരിച്ചു വരണം, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ നമ്മളെടുത്തിട്ട് അപ്രോച്ച് ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞു, നീ വീട്ടിലേക്ക് വാ, ഒരു ദിവസം വീട്ടിലേക്ക് വാ, നമുക്ക് കാലൊക്കെ ഒന്ന് നീയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ആദ്യം എങ്ങനെയുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ആളെ നീ എന്തുണ്ട്, ലോക്കിംഗ് ഉണ്ട്. അപ്പൊ ലോക്കിങ് പല കാരണങ്ങൾ കൊണ്ട് വരാം, അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. ലോക്കിംഗ് ഉണ്ട്. അപ്പൊ ചെറിയ സൗണ്ട് കാര്യങ്ങൾ, എക്സ്റ്റൻഷൻ ടൈമിലൊക്കെ എന്തുണ്ട്, കാല് നിർത്തുമ്പോൾ എന്തുണ്ട് ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പല ആൾക്കാർക്കും ഉണ്ടാവും. അപ്പോൾ അതുണ്ട്. അതേപോലെ രണ്ട് കാലിന്റെ വണ്ണം നോക്കുമ്പോൾ രണ്ട് കാലും തമ്മിൽ നമ്മൾ 5, 10, 15 സെന്റിമീറ്ററിൽ ബൾക്ക്, കാലിന്റെ വണ്ണത്തിന് ലിംബ് ഗർത്ത് എന്ന് പറയും. അപ്പൊ ആ ബൾക്ക് നമ്മൾ അളക്കുമ്പോൾ അതിലെന്തുണ്ട്, 5 സെന്റിമീറ്ററോളം വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ വ്യത്യാസമല്ല. അത്യാവശ്യം നല്ല കാലിന്റെ ബൾക്ക്, മറ്റേ കാലിനെ, സർജറി ചെയ്ത കാല് മറ്റേ കാലിനെറ്റ് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ വണ്ണം നല്ല കുറവാണ്. അപ്പൊ അതന്നെ മെയിൻ ഒരു ഫാക്ടറാണ്. ഫസ്റ്റ് നമ്മളൊരു ACL അല്ല, മുട്ടിനൊരു ഇഞ്ചുറി വന്ന പേഷ്യന്റിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ കാലിന്റെ ബൾക്ക് നമ്മൾ അളക്കണം. അപ്പോൾ നമുക്ക് ആ മസിൽസിന്റെ എത്രത്തോളം വീക്ക്നെസ് ആണ്, മസിൽ എത്രത്തോളം ആക്റ്റീവ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ, ഒരു മുട്ട് അല്ലെങ്കിൽ കാൽമുട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ പ്രഷറിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏതൊക്കെ മസിൽസ് അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ മസിൽസ് വീക്കാണ്, നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് VMO ലാക്സിറ്റി നല്ലോണം, VMO വീക്ക്നെസ് നല്ലോണം എന്തുണ്ടായിരുന്നു, VMO വീക്ക്നെസ് നന്നായിട്ട് കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് VMO സ്ട്രെങ്തനിങ് കാര്യങ്ങൾ ആണ്. അതിന്റെ കൂടെ തന്നെ ആള് ഒരു റീഹാബും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് 1.5 വർഷമായി, 1 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ പോയിട്ട് ഹൈ ഇന്റൻസിറ്റി ആക്ടിവിറ്റി ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള റീഹാബിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പറ്റ സ്പീഡാക്കാണ്ട് ഒരു മീഡിയം ലെവലിൽ നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ആൾക്ക് മെല്ലെ ഒരു 4-5 മാസം കൊണ്ട്, 5-6 മാസം കൊണ്ട് ഗ്രൗണ്ടിലേക്ക് എത്തിക്കണം എന്നാണ് കരുതുന്നത്. അപ്പൊ അതിന് പറ്റിയിട്ടുള്ള എല്ലാ റിഹാബും കാര്യങ്ങളൊക്കെ എന്തുണ്ടാവും, നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, നമ്മളെ കൂടെ ഫോളോ ചെയ്ത് വരിക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുട്ടിന് കാര്യങ്ങളൊക്കെ കംപ്ലൈന്റ് ഉള്ളവർക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും, എന്തൊക്കെ ചെയ്യണം, ഞാൻ എന്തൊക്കെ അലർട്ടായിരിക്കണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആളൊരു ഡ്രീമാണ് എന്ത് ചെയ്യുക, അഗെയിൻ കംബാക്ക് അടിച്ചിട്ട് പഴയ പോലെ കളിക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്കത് ചെയ്യാം ഇൻഷാ അള്ളാ.